ഇന്ന് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാട്ടോ ചെയ്യുന്നത്. ഇതുപോലെ 2 ലൈൻ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ മേളിലും താഴെയായിട്ട് ഇങ്ങനെ 2 ലൈൻ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മേളിലത്തെ ലൈനിൽ ഇങ്ങനെ കണ്ടോ സൂചി അടിയിൽ നിന്ന് സൂചി കുത്തി മേളിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനില്ലേ ഇത് കണ്ടോ അതിനോട് നമ്മൾ ആ തൊട്ട് താഴത്തെ ലൈനിൽ ആ മേളിലെ കുത്തിയെടുത്ത് അതേ ഇതുപോലെ ഇത് കണ്ടോ ഈ ത്രെഡ് ഇങ്ങനെ നേരെ നിർത്തുമ്പോൾ നമ്മളിങ്ങനെ ഈ വരയ്ക്കത്തില്ലേ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന പോലെ ഇത് കണ്ടോ ഇതുപോലെ കുത്തി താഴോട്ട് ഇറക്കി എടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് കിട്ടും. ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ആ 2 വരയ്ക്കുള്ളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ആ സ്റ്റിച്ച് മുഴുവൻ ചെയ്ത് പോകും. ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇപ്പം നമ്മൾ ചെയ്തതിനോട് തൊട്ട് ചേർന്ന് സൂചി കുത്തിയെടുക്കണം. ഇത് കണ്ടോ അടിയിൽ നിന്ന് ഇതുപോലെ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിനോട് തൊട്ട് ചേർന്ന് സൂചി കുത്തിയെടുത്തിട്ട് അതുപോലെ അതിന് നേരെ താഴോട്ട് കുത്തി ഇറക്കി എടുത്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റിച്ച് വീഴും. ഇതുപോലെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇത് നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഫില്ല് ചെയ്യാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സാറ്റിൻ സ്റ്റിച്ച് ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ചെയ്യാൻ ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരും. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് ഞാൻ ഈ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഈ താമരയുടെ ഇത് കണ്ടോ ഇതളുകളെല്ലാം ഇതുപോലെ ഈ തണ്ടും ഇത് കണ്ടോ ഈ ഇലയുടെ ഈ ഇതും എല്ലാം ഇങ്ങനെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്താൽ ഈ ചെറിയ സ്റ്റിച്ച് കാണുന്ന ബാക്ക് സ്റ്റിച്ചില്ലേ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. കാണാൻ നല്ല ഭംഗിയല്ലേ.